അഗ്നിപരീക്ഷയുടെ പ്രൊമോ നാളെ വരാൻ പോവുകയാണോ? ആങ്കറായിട്ട് നമ്മുടെ ടൊവിനോയും പേളി മാണിയും ആണോ ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഇത് പൊളിക്കും മക്കളെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കോമണാസിന്റെ മൈജി കോണ്ടസ്റ്റ് റസ്മിൻ ഭായി അവതരിപ്പിച്ചതുപോലെ ഇത്തവണ ആരൊക്കെ ആയിരിക്കും അവതരിപ്പിക്കാനായിട്ടുള്ള സാധ്യത? ആരായിരിക്കും? മാത്രമല്ല, നമ്മുടെ കോമണാസിന്റെ പ്രൊമോ ഇത്തവണ മലയാളത്തിലും തമിഴിലും മാത്രമല്ല, തെലുങ്കിലും കന്നഡയിലും മറാഠിയിലും ഗുജറാത്തിയിലും എല്ലാ ഭാഷകളിലും നമ്മുടെ ബിഗ് ബോസ് കോമണേഴ്സിനെ എടുക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ പറ്റുന്നത്. എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ? നാളെ പ്രൊമോ വരുമ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? പ്രൊമോ വരുമോ? എന്തൊക്കെയാണ്? പ്രേക്ഷകർ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് അഗ്നിപരീക്ഷയ്ക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ ഓരോരോ പോസ്റ്റുകൾ കറങ്ങുമ്പോൾ എല്ലാവരും റെഡി ആയിരിക്കുകയാണ്. ബിഗ് ബോസ് കിട്ടിയില്ലെങ്കിലും അഗ്നിപരീക്ഷയിലെങ്കിലും നമ്മൾ കയറിയിരിക്കും. അതും ഫെയിമാണ്, ഇതും ഫെയിമാണ്. എന്താണ് സംഭവങ്ങൾ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത്. അപ്പോ കാര്യങ്ങൾ പതുക്കെ പതുക്കെ ഓരോന്നായി പറഞ്ഞു തുടങ്ങാം. മലയാളത്തിന്റെ ഓൾറെഡി അഗ്നിപരീക്ഷ എന്ന് പറയുന്ന പ്രൊമോ വന്നു കഴിഞ്ഞു. തമിഴിൽ കോമൺ മാൻ എന്ന് പറഞ്ഞ പ്രൊമോയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കന്നഡ ബിഗ് ബോസ് 13ന്റെ ലോഗോ വന്നു. അതിനകത്ത് സംതിങ് സ്പെഷ്യൽ എന്നാണ് പറയുന്നത്. സോ അതും കോമണാസ് ആവാനാണ് സാധ്യത. ഹിന്ദി ബിഗ് ബോസിനകത്തും ഇത്തവണ കോമണാസ് ഉണ്ടെന്ന് പറയുന്നു. തെലുങ്ക് ബിഗ് ബോസിനകത്ത് അഗ്നിപരീക്ഷ 2 ഉണ്ടെന്ന് കേൾക്കുന്നു. സോ മൊത്തത്തിൽ ഈ വർഷം വരാൻ പോകുന്ന ബിഗ് ബോസുകളിലെല്ലാം തന്നെ ഒരേ പാറ്റേണിൽ നമ്മുടെ കോമണാസിന് പങ്കെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് അറിയാനായിട്ട് പറ്റുന്നത്. സോ നിങ്ങൾക്ക്, നമ്മുടെ മലയാളികളായിട്ടുള്ള പ്രേക്ഷകരെ, നിങ്ങൾക്ക് മലയാളവും ഹിന്ദിയും തമിഴും തെലുങ്കും കന്നഡയൊക്കെ അറിയാന്നുണ്ടെങ്കിൽ പോവുക, അപ്ലൈ ചെയ്യുക, കിട്ടുന്ന ലക്കിന് ബിഗ് ബോസിൽ കയറുക. നല്ല അവസരമാണ്, അതേ പറയാനുള്ളൂ. അടുത്ത് രണ്ടാമത്തെ കാര്യം, നമ്മുടെ കോമണാസിന്റെ പ്രൊമോ, അതായത് അഗ്നിപരീക്ഷയുടെ പ്രൊമോ നാളെ ജൂൺ 6-ാം തീയതി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് അല്ല, കുറേ പോസ്റ്റുകൾ ഇങ്ങനെ ബിഗ് ബോസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ചാനലുകളിലും ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേര് അതിങ്ങനെ എടുത്ത് പറക്കി അയച്ചിട്ട് സത്യമാണോ, ഇതിനകത്ത് പറയുന്ന ഡീറ്റെയിൽ പോലെയൊക്കെയാണോ വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്തോ ആവട്ടെ, അത് നാളെ വരുമെങ്കിൽ വരട്ടെ. പക്ഷേ വരാനുള്ള സമയമായി, അത്ര ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇപ്പൊ തന്നെ അതിപ്പോ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡേറ്റ് ഒക്കെ അതിനകത്ത് ആ പോസ്റ്റുകളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അത് വന്നു കഴിഞ്ഞാലേ, അല്ലെങ്കിൽ ഇന്നോ നാളെയോ ഒക്കെ അത് വന്നു കഴിഞ്ഞാലേ ഈ ഒരു ഓഡീഷൻ സമയം, അല്ലെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാനുള്ള സമയം, അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാനുള്ളത്, ബിഗ് ബോസ് അഗ്നിപരീക്ഷ നടത്താനുള്ളത്, അതിനുശേഷം ബിഗ് ബോസ് വരാനൊക്കെ ആയിട്ടുള്ള ഒരു ടൈം ഉള്ളൂ. കഴിഞ്ഞ ആഴ്ചയെ ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞതാണ് അടുത്ത ആഴ്ച വരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന്. സോ ഇന്നോ നാളെയോ ഒക്കെ തന്നെ പ്രൊമോകൾ വന്നേക്കാം എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അറിയില്ല, കണ്ടറിയാം. ഇനി പ്രൊമോ എങ്ങനെയായിരിക്കും ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ പ്രൊമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇപ്പം ഇത് ബിഗ് ബോസ് അഗ്നിപരീക്ഷയല്ലേ, അപ്പൊ മൊത്തത്തിലൊന്ന് അഴിച്ചു പണി നടത്തിക്കൊണ്ട്, ഇപ്പൊ കഴിഞ്ഞ സീസണിലെ നമ്മുടെ മൈജി കോണ്ടസ്റ്റിലെ റസ്മിനായിരുന്നു, നമുക്കറിയാം. അതിനു മുമ്പത്തെ സീസൺ 6 വേറൊരു രീതിയിലായിരുന്നു, അതിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല. സീസൺ 5 ലാലേട്ടൻ തന്നെ വന്ന് പറഞ്ഞതായിരുന്നു, ഇത്തവണ നമ്മുടെ ഇതുവരെയുള്ള എല്ലാ കോമണേഴ്സും കൂടെ നിന്നിട്ടുള്ള ഒരു പ്രൊമോ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അടിപൊളി ആയിരിക്കത്തില്ല. അതായത് ആദ്യമായിട്ട് കോമണറായിട്ട് വന്ന നമ്മുടെ ഗോപിക, പിന്നെ സീസൺ 6 വന്നിട്ടുള്ള നമ്മുടെ നിഷാന, റസ്മിൻ ഭായി, നന്ദന, അതിനുശേഷം സീസൺ 7 നമ്മുടെ അനീഷ്. അപ്പൊ ഇവരെല്ലാവരും കൂടെ നിന്നിട്ടുള്ള ഒരു പ്രൊമോ ആണെങ്കിൽ അടിപൊളിയാവും. കാരണം അഗ്നിപരീക്ഷയാണ്. ആ പ്രൊമോ എന്താ പറയാ, നമ്മൾ കഴിഞ്ഞ തവണ സ്റ്റാറായി, നിങ്ങൾക്ക് ഇത്തവണ സ്റ്റാർ ആവട്ടെ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ അടിപൊളിയാവും. അപ്പം അങ്ങനെയൊക്കെ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും എന്നുള്ളത്? കഴിഞ്ഞ റസ്മിൻ വന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കഴിഞ്ഞ സീസണിലെ ആൾക്കാരാണ് പുതിയ സീസണിലോട്ട് ആൾക്കാരെ ക്ഷണിക്കുന്നത്. അപ്പൊ എന്തായാലും അതിനൊരു സ്കോപ്പ് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ അത് നമുക്ക് നോക്കാം. പിന്നെ അടുത്ത് ആങ്കർ, ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ആങ്കർ ആരായിരിക്കും? നമ്മുടെ തെലുഗുവിലാണ് ബിഗ് ബോസ് അഗ്നിപരീക്ഷ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് നടന്നത്. അതിന്റെ ആങ്കർ നമ്മുടെ എന്താ പറയാ, ആങ്കറും ഹോസ്റ്റും ജഡ്ജസും ഒക്കെ ആരായിരുന്നു? മുൻ സീസണുകളിലെ വിജയിയായിരുന്നു തെലുങ്ക് ബിഗ് ബോസിലെ. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പൊന്നു മക്കളെ, മലയാളത്തിൽ ഇങ്ങനെ ഒരു ബിഗ് ബോസ് അഗ്നിപരീക്ഷ വന്നു കഴിഞ്ഞാൽ മുൻ സീസണിലെ ഏതെങ്കിലും ഒരു വിന്നറിനെയോ അല്ലെങ്കിൽ റണ്ണറപ്പിനെയോ ഒക്കെ വെക്കാൻ മുൻ സീസണുകളിലെ വിജയികളെ വെച്ച് നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോസ്റ്റിങ്ങും അല്ലെങ്കിൽ ഒരു ജഡ്ജിങ് പാനലും ആണോ നമ്മുടെ മലയാളം ബിഗ് ബോസിലത്തൊക്കെ ആയിട്ട് വേണ്ടത്? അതൊരിക്കലും ഓടത്തില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് ടൊവിനോയൊക്കെ പോലെയുള്ള ഒരു ആങ്കർ, ടൊവിനോടൊക്കെ പേരുകളൊക്കെ ഇങ്ങനെ ബസ്സായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ, ടൊവിനോയെ പോലെയുള്ള ഒരു ആങ്കർ, അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് മുൻ സീസണുകളിലെ വിജയികളിൽ നിന്നും
ഉള്ളവരെ ആങ്കറോ ജഡ്ജോ ഒക്കെ ആയിട്ട് എടുക്കാൻ പറഞ്ഞാൽ എനിക്ക് എൻ്റെ കയ്യിൽ ഒരു ഉത്തരവും ഇല്ല. സീസൺ 1 സാബുമോൻ നമ്മുടെ ഒരു ചിരിയിലൊക്കെ ആങ്കറായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ബിഗ് ബോസിന്റെ അഗ്നിപരീക്ഷ പോലത്തെ ഒരു സ്ഥാനത്ത് വന്നിരിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അടുത്ത് മണിക്കുട്ടൻ പറ്റുമോ, ദിൽഷ, അഖിൽ മാരാറ്, ജിൻഡോ, അനുമോള്, ഇവരെ കൊണ്ടൊന്നും പറ്റുമെന്ന് ഞാൻ പേഴ്സണലി കരുതുന്നില്ല. പിന്നെ അതിനകത്ത് 1-2 ചാൻസസ് ഒരു സാധ്യത ഉള്ളത് നമ്മുടെ പേളിമാണിക്കാണ്. പേളിമാണി ഒരു പക്ഷേ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഏതിലെ ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഹോസ്റ്റ് ചെയ്യാനോ ആങ്കർ ചെയ്യാനോ ഒക്കെ. അല്ലെങ്കിൽ രഞ്ജിനി വന്നു കഴിഞ്ഞാലും ഓക്കെ ആയിരിക്കുമോ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്നാലും എനിക്ക് പറയാനുള്ളത് ആങ്കറായിട്ട് നമ്മുടെ ഒരു നടൻ തന്നെ വരട്ടെ. ബിഗ് ബോസ് ഒന്നും വേണ്ട, ബിഗ് ബോസിൽ നിന്നൊന്നും ആളെ വേണ്ട, നമ്മുടെ ഒരു നടൻ തന്നെ ടൊവിനോയൊക്കെ പോലെയുള്ള ആരെങ്കിലും ഒക്കെ വരട്ടെ. ടൊവിനോയോ പൃഥ്വിരാജോ ഒക്കെ അതുപോലെയൊക്കെയുള്ള ആരെങ്കിലും ഒക്കെ വരട്ടെ. അപ്പോൾ അതൊരു ടെസ്റ്റിങ്ങും ആയിരിക്കും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഇപ്പോൾ ടൊവിനോയൊക്കെ പോലെയുള്ള ഒരാൾ ബിഗ് ബോസ് അഗ്നിപരീക്ഷയ്ക്ക് വരുവാണെന്ന് വിചാരിച്ചോ. അപ്പം നാളെ ഒരു സമയത്ത് നമ്മുടെ ബിഗ് ബോസില് ലാലേട്ടൻ വരാൻ പറ്റില്ല. ലാലേട്ടൻ ഈ സിനിമകളുടെ തിരക്ക് കാരണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കുകൾ കാരണമോ ഒക്കെ വരാൻ പറ്റാതെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഒരു ഹോസ്റ്റ് വേണം. നമ്മളിവിടെ ഇരുന്ന് നാഴികയ്ക്ക് 40 വട്ടം ലാലേട്ടൻ ഇല്ലാതെ ബിഗ് ബോസ് ഇല്ല, ലാലേട്ടൻ ഇല്ലാതെ ബിഗ് ബോസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ലാലേട്ടൻ ഇല്ലാതെ ഒരു ബിഗ് ബോസ് മാറ്റി ചിന്തിക്കേണ്ട ഒരു സമയം എത്തും. കാരണം എന്താ, ഇത്ര നാളും ലാലേട്ടൻ്റെ ഹോസ്റ്റിംഗ് കണ്ടു, ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഹോസ്റ്റിംഗ് കാണണമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കും. ഞാൻ പേഴ്സണലി ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ലാലേട്ടൻ്റെ ഹോസ്റ്റിംഗ് ഒക്കെ ഇഷ്ടമാണ്. കഴിഞ്ഞ സീസണിലൊക്കെ കുറെ വിറപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നിരുന്നാലും പുതിയൊരു ഹോസ്റ്റിംഗ് അതൊരു പുതിയ ചേഞ്ച് ആയിരിക്കും. നമ്മുടെ തമിഴ് ബിഗ് ബോസിലൊക്കെ എൻ്റെ പൊന്നെ സേതുപതി എണ്ണം പറപ്പിക്കുകയാണ് അവിടെ നിന്ന്. അപ്പൊ അതുപോലെയൊക്കെ ഒരു വെറൈറ്റി സാധനങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ഈ അഗ്നിപരീക്ഷയ്ക്കകത്ത് ഒരു ഹോസ്റ്റിനെ മാറ്റി ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവർക്കൊരു ഐഡിയ കിട്ടും. ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. നമ്മുടെ മെയിൻ സീസണിലത്തേക്ക് പറ്റിയ ആളാണോ അല്ലെങ്കിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമെന്നൊരു സാധനം മനസ്സിലാവും. പിന്നെ ജഡ്ജായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ സീസണിലെ ലൈൻ കട്ട് വിത്ത് അഞ്ജന നമ്പ്യാരില്ലേ, എല്ലാവരുടെയും ഇന്റർവ്യൂ എടുത്തുകൊണ്ടുവന്ന ബിഗ് ബോസ് താരങ്ങളുടെ അഞ്ജന നമ്പ്യാർ വന്നാൽ ഒരു പക്ഷേ നല്ല ഒരു ജഡ്ജിങ് പാനലിലെ ഒരു പേഴ്സൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അഞ്ജന നമ്പ്യാർ. അപ്പൊ അഞ്ജന നമ്പ്യാർ വരട്ടെ. അതിൽ ജഡ്ജിങ് പാനലില് മുൻ സീസണുകളിൽ ആരെങ്കിലും ഒക്കെ റിയാസ് സലീമിനെ പോലെയുള്ള കണ്ടസ്റ്റൻസ് അങ്ങനെയൊക്കെയുള്ള ആരെങ്കിലും ഒക്കെ 2-3 പേരെ പിടിച്ച് ജഡ്ജ്മെന്റിൽ ഇരുത്തി കഴിഞ്ഞാൽ കൊള്ളായിരിക്കും. ആങ്കർ ടൊവിനോയോ പേളിമാണിയോ ഒക്കെ പോലെയുള്ള ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. കോമണാസിന്റെ പ്രൊമോ ഉടനെ ഈ പോസ്റ്റുകൾ കിടന്ന് കറങ്ങുന്ന പോലെ തന്നെ ഉടനെ വരുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അറിയത്തില്ല അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലും ഞാൻ വന്ന് ഇതുപോലെ ഇരുന്ന് പറയും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പം കുറച്ചൊക്കെ കടിച്ചും തുപ്പിയും ചവച്ചും ഒക്കെ ഞാനും പറയത്തുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. കോമണാസിന്റെ പ്രൊമോ നാളെ വരുമോ എന്ന് അറിയാനായിട്ട് ഞാനും ലീവ് എടുത്ത് നാളെ ഇരിക്കാൻ പോവാണ്. വരുമോ എന്നറിയാൻ നോക്കാം നമുക്ക്. പിന്നെ നമ്മുടെ കോമണാസിന്റെ പ്രൊമോ എങ്ങനെയായിരിക്കും, പഴയ സീസണിൽ ആരെങ്കിലും ഒക്കെ വെച്ച് തന്നെ ആയിരിക്കുമോ വരുന്നത്, എല്ലാവരും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. നിഷാന ഇപ്പൊ സ്ഥലത്തില്ലല്ലോ. നിഷാനയുടെ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ നിഷാന ഇവിടെ ഷിംലയിലോ എന്തോ ശ്രീനഗറിലോ എന്തോ ആണ് പോസ്റ്റുകൾ. ഞാൻ ഇപ്പൊ കുറച്ചു നേരം കൂടി മുമ്പ് കണ്ടതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ദിവസമായി നിഷാന പോയിട്ട്. അപ്പം നിഷാന പ്രൊമോയിൽ ഇനി അഥവാ ഉണ്ടെങ്കിലും വരാനായിട്ടുള്ള സാധ്യത ഇല്ല. പിന്നെ ബാക്കിയുള്ള നമ്മുടെ അനീഷും റസ്മിനും ഗോപികയും വേറെ ആരുണ്ട്, നന്ദനയൊക്കെയാണ്. ഇവരൊക്കെ വരുമോ എന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ഹോപ്പ് വയ്ക്കാമല്ലോ, നമ്മുടെ എക്സ്പെക്ടേഷൻസ് പറയാമല്ലോ. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ പ്രതീക്ഷകളും കാത്തിരിപ്പുകളും. നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ മസ്റ്റായിട്ട് താഴെ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.